ഇന്നലെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകിയ സിദ്ദിഖിന് 8ന്റെ പണി കൊടുത്തുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സിദ്ദിഖ് തന്നെ റേപ്പ് ചെയ്തു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടിയും മോഡലുമായ രേവതി സമ്പത്ത്. അഡ്ജസ്റ്റ്മെന്റിന് എന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത്. പക്ഷേ the thing is that he raped me. നമ്മൾ വളരെ മാന്യന്മാരായി കരുതിയിരുന്ന പലരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ്. മലയാള സിനിമയിലെ പീഡനവീരന്മാർക്കൊക്കെ ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ്. സിദ്ദിഖ് പ്രായപൂർത്തിയാകാത്ത തന്നെ റേപ്പ് ചെയ്തു. അതെ, ഞെട്ടണ്ട, റേപ്പ് ചെയ്തു എന്ന് തന്നെയാണ് രേവതി സമ്പത്ത് പ്രമുഖ മലയാള മാധ്യമമായ 24 ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുവരെ നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു, നമ്മൾ വിചാരിക്കുന്നില്ല. അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തത്. തനിക്ക് പ്രായപൂർത്തിയാകാത്ത സമയത്ത് സിദ്ദിഖ് തന്നെ അബ്യൂസ് ചെയ്തു എന്നാണ് രേവതി സമ്പത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നാണക്കേട് ഭയന്ന് മിണ്ടാതിരിക്കുന്ന പഴയ തലമുറയിലെ ഹതഭാഗ്യരായ നടികളെ പോലെ അല്ല ഇന്നത്തെ എന്തും മനോധൈര്യത്തോടെ നേരിടാൻ കെൽപ്പുള്ള പുതിയ തലമുറയിലെ പെൺകുട്ടികൾ എന്ന കാര്യം മനസ്സിലാക്കുവാൻ പീഡനവീരന്മാരായ പല അഭിനേതാക്കളും അറിയാൻ വളരെ താമസിച്ചു പോയി. ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട്. ഇത് ആരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഇനിയും വെളിപ്പെടുത്തലുകളുമായി പല നടികളും ഈ അടുത്ത ദിവസങ്ങളിലായി പുറത്തു വന്നേക്കാം. അങ്ങനെയെങ്കിൽ ഈ പവർ ഗ്രൂപ്പ് ആരാണെന്ന് അധികം വൈകാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കുവാൻ ഇടയുണ്ട്. ഇന്നലെ ചാനൽ ചർച്ചയിൽ നിന്നും മാധ്യമങ്ങളുടെ കുറിക്കൊള്ളുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ ഉരുണ്ട് കളിച്ച് മറുപടി നൽകിക്കൊണ്ടിരുന്ന സിദ്ദിഖിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. തെറ്റ് ചെയ്ത ഒരാൾക്കുണ്ടാകുന്ന കോൺഫിഡൻസ് ഇല്ലായ്മ ജഗദീഷിന്റെയും സിദ്ദിഖിന്റെയും വാർത്താ സമ്മേളനങ്ങൾ കണ്ടുനോക്കി കമ്പയർ ചെയ്താൽ മനസ്സിലാവും. ഈ ആരോപണത്തിൽ സത്യമുള്ള പക്ഷം കുറ്റക്കാർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ പകുതി വികൃതമായിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ മുഖം കൂടുതൽ വിരൂപമാകുവാൻ അധികനാൾ വേണ്ടിവരില്ല. കൂട്ടത്തിലുള്ള പുഴുക്കുത്തുകളെ സംരക്ഷിക്കാതെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനുള്ള ആർജവം ഇനിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്.